1993 മിഥുനവും ദേവാസുരവും പുറത്തിറങ്ങിയത്. മിഥുനത്തിലെ മോഹൻലാൽ അളിയൻ ഈ വീട്ടിലെ ഹൽവ കൊണ്ടുവരരുത് എന്ന് നിസ്സഹായനായപ്പോൾ ദേവാസുരത്തിൽ ഹൃദയം നിറയെ സ്നേഹം കൊണ്ട് നടക്കുന്ന താന്തോന്നിയായി താരം. മോഹൻലാലിലെ നടന്റെ സ്വാഗ് സിംഗ് മലയാളിക്ക് പുത്തരിയല്ല. അതുപോലെ ഗംഭീരമായ വ്യത്യാസത്തിൽ 2 സിനിമകൾ ഈ വർഷം മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങും. ഇന്ന് തരുൺ മൂർത്തിയുടെ തുടരും, മറ്റൊന്ന് ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പൃഥ്വിരാജിന്റെ എമ്പുരാൻ. പലതരം ഉത്തരാധുനിക ആയുധങ്ങളുമായി വളരെ സ്റ്റൈലിഷായി മോഹൻലാൽ നിറഞ്ഞാടുന്ന എമ്പുരാന്റെ ട്രെയിലർ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത്. അല്പസമയത്തിനകം തന്നെ മില്യണിലധികം കാഴ്ചക്കാരുമായി പ്രേക്ഷകരുടെ പ്രതീക്ഷയും പ്രീതിയും വാനോളം ഉയർത്തുകയാണ് എമ്പുരാന്റെ ഓരോ അപ്ഡേറ്റുകളും. അത്രയും ഹൈപ്പോടെയാണ് മോഹൻലാലിന്റെ എമ്പുരാൻ അവതാര പിറവിയെ ആരാധകർ ആഘോഷമാക്കുന്നത്. മോഹൻലാലിന്റെ ലൈനപ്പ് വെളിപ്പെടുത്തി ആശീർവാദ് സിനിമാസ് പുറത്തിറക്കിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ വർഷം മോഹൻലാലിൻ്റെതായി ആദ്യം റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമായിരുന്നു തരുൺ മൂർത്തിയുടെ തുടരും. പക്ഷേ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. തീർത്തും സാധാരണക്കാരനായ വിന്റേജ് മോഹൻലാലാണ് തുടരും എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക എന്ന് സംവിധായകൻ തരുൺ മൂർത്തി പറഞ്ഞിരുന്നു. പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന മോഹൻലാൽ ശോഭന താര ജോഡികളുടെ തിരിച്ചുവരവ് കൂടിയായിരിക്കും ചിത്രമെന്നാണ് പ്രതീക്ഷ. മോഹൻലാൽ എന്ന നടനിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വീട്ടിലെ ഒരാൾ എന്ന എലമെന്റ് മുൻതൂക്കം നൽകുന്ന സിനിമയായിരിക്കും തുടരും. കള്ളിമുണ്ടുടുത്ത് കവലയിലിരുന്ന് തമാശ പറയുകയും കുട്ടികൾക്കൊപ്പം പാട്ടുപാടി അവരെ രസിപ്പിച്ച് നടക്കുകയും ചെയ്യുന്ന ലാളിത്യമുള്ള ഒരു സാധാരണക്കാരൻ, അത്തരമൊരു കഥാപാത്രമാണ് തുടരുമെന്ന സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നതും. ഒരേ വർഷം 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഏറെ റേഞ്ചുള്ള 2 കഥാപാത്രങ്ങളായി മോഹൻലാൽ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ ആരാധകർക്കുള്ള ആവേശം ചെറുതൊന്നുമല്ല. ഇത് തീർച്ചയായും ബോക്സ് ഓഫീസിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ.